മോർണിംഗ്. സിന്ധുമോളസിന്റെ ഒരു ഭയങ്കര സന്തോഷം തരുന്ന ഒരു ഹാപ്പി വീഡിയോ എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ചേട്ടായി ഇന്റർവ്യൂക്കകത്തൊക്കെ ഉള്ളതും വീഡിയോക്കകത്തുള്ളത് എല്ലാവർക്കും ചിലർക്കൊക്കെ ഭയങ്കര പോസിറ്റീവ് അത് പറയാറുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് ചുമലൊക്കെ ഇട്ട് വന്നേക്കുന്നതിന്റെ ഗുട്ടൻസ് എന്നാന്ന് മനസ്സിലായോ? അതെ, ഈ മാസത്തെ പ്രത്യേകത തന്നെയാണ്. എന്താണ് വിശേഷം? നമ്മളെ രക്ഷിക്കാനായിട്ട് ഈ ഭൂമിയിലോട്ട് ആരാണ് വന്നത് അല്ലെ? അപ്പൊ ഞങ്ങൾ ഇന്ന് നല്ല അടിപൊളിയായിട്ട് പുൽക്കൂട് തയ്യാറാക്കാൻ പോവാണ് കേട്ടോ. പുൽക്കൂട് റെഡിയാക്കാൻ പോവാണ്. നമുക്ക് നമ്മുടെ ഒരു ചേച്ചിക്കുട്ടിയാണ് അത് മേടിച്ച് തന്നിരുന്നത്. കഴിഞ്ഞ വർഷം നമുക്ക് റെഡിയാക്കാൻ പറ്റിയില്ല, മോനയുടെ മരണം കാരണം ചെയ്തില്ലായിരുന്നു. പക്ഷെ അതിന് മുമ്പത്തെ വർഷം ചെയ്തിട്ട് വീഡിയോ എടുത്തിട്ട് കൊടുത്ത് പറഞ്ഞു, സിന്ധു എന്റെ മനസ്സിലാ ലൈറ്റെല്ലാം കത്തിയത് നിന്റെ മുറ്റത്ത്. അപ്പൊ അതിനിടയ്ക്ക് ഒരു കോൾ വന്നു കേട്ടോ. തെങ്ങൊന്നും വിൽക്കാനട്ടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളി വിളിച്ചേക്കും. തെങ്ങിന്റെ ഒന്ന് ഒരു ഡോക്ടർ വരുന്നുണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. എങ്ങനെയും ഒന്ന് ശരിയാക്കി എടുക്കണം, കാരണം എത്ര രൂപയുടെ സാധനം താഴെ പോകുന്നതെന്ന് അറിയാം അല്ലേ? പിന്നെ ഇപ്പോഴത്തെ തേങ്ങയുടെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, 70 രൂപ വില കിലോ. പിന്നെ ഈ ശബരിമല സീസണും ഒക്കെ ആയതുകൊണ്ട് കരിക്കിന്റെ ഒക്കെ ആയതുകൊണ്ട് തേങ്ങ വളരെ കുറവാണ് വരുന്നത്. വരുന്നതിൽ ഭയങ്കര വിലയും എന്നാൽ കൊള്ളത്തുമില്ല സാധനം. ഉള്ളില്ല ചീഞ്ഞതാന്ന് പറഞ്ഞാൽ വരും. ഞാൻ ചേട്ടാ കഴിഞ്ഞ ആഴ്ച മേടിച്ച 2 തേങ്ങ കേടാ, ഞാൻ എന്താ ചെയ്യാൻ പറ്റും? നമ്മള് പാവങ്ങളാ, പൊടിച്ചു നോക്കിട്ട് കൊടുക്കാൻ പറ്റുമോ? ഞാൻ ചേട്ടനെ എടുത്തു, അങ്ങനെ കൊടുക്കും. ചെയ്യാനാ. ഇന്നലെ വന്ന ഒരാൾ വന്ന് വിളിച്ചു, ലോട്ടറി വിൽക്കുന്ന ചേട്ടന്. പുള്ളി വെയിലത്തോടെ നടന്ന് ലോട്ടറി വിട്ടിട്ട് മേടിച്ചല്ലേ തേങ്ങ. ചേട്ടൻ തേങ്ങ സുല്ല ഇച്ചിരി പോയി ചീഞ്ഞായിരുന്നു. ചേട്ടന് ഇഷ്ടപ്പെട്ടൊരു തേങ്ങ എടുത്തോളം പറഞ്ഞു. അപ്പം അത് കടയിലെ വിശേഷങ്ങൾ കേട്ടോ. അത് കടയിലെ വിശേഷങ്ങള് അതിലെല്ലാം സ്റ്റാറും ഞങ്ങൾ സെറ്റ് ആക്കി. സ്റ്റാർ വെക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ അച്ഛൻ മരിച്ചുകൊണ്ട് അപ്പൊ നാളെയാണ് അതിന്റെ ബാക്കി ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അത്ര വലിയതായിട്ട് ചെയ്തില്ല. എങ്കിലും ഞങ്ങളുടെ എല്ലാവരും ചെയ്യുന്ന പോലെ ഞങ്ങൾ 2 കടയ്ക്ക് 2 സ്റ്റാർ ഇട്ട്. പിന്നെ ക്രിസ്മസ് വരുമ്പോൾ ക്രിസ്മസിന്റെ കേക്ക് എടുക്കുമ്പോൾ കുറച്ച് ഡെക്കറേഷൻ വരും. കേക്കെന്ന് പറഞ്ഞാൽ ഒരുപാട് കേക്ക് ഉണ്ടല്ലോ, ഒരുപാട് കേക്ക് വരും. ഇപ്പോൾ 2-3 ലക്ഷം രൂപയുടെ കേക്കാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പുറത്തിട്ട് ഞങ്ങൾ ഡെക്കറേഷൻ ചെയ്ത് ഭയങ്കര അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന്റെ ഫുൾ ചാർജ് സീസൺ മാത്രമേ. അതിനെ വെച്ചാൽ അന്നേരം അത് വിറ്റ് പോയില്ലെങ്കിൽ പിന്നെ പുതുവർഷത്തേക്ക് വിൽക്കാം കുറച്ചൊക്കെ. പിന്നെ ഇരുന്ന് ഞാൻ പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ കാർ പോയി എങ്ങനെയെങ്കിലുമൊക്കെ വിറ്റ് തീർത്ത് റെഡിയാക്കി കൊടുക്കും. അപ്പൊ നമ്മള് ഇന്ന് ചേട്ടനെ ഉച്ചവരെ ഇനിയിപ്പൊ അടുത്ത ആഴ്ച ഒന്നും ചേട്ടനെ പൊട്ടിക്കിട്ട് നോക്കാൻ കിട്ടത്തില്ല. കാരണം കടയെ തെങ്ങിന്റെ ഇതോർത്തോണ്ട് നിന്നാ ശക്കരം ചില്ലറപ്പണിയുണ്ട്. എനിക്ക് ലൈറ്റിന്റെ അറേഞ്ച്മെന്റ് ഒക്കെ ഒന്ന് ചെയ്യാനായിട്ട് ഒരാളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു സംഗതി നമ്മുടെ ഉണ്ട്, അതും ചെയ്യണം. എല്ലാം സെറ്റ് ആക്കിട്ട് എന്നൊക്കെ കാണിക്കാം അല്ലെ? അപ്പൊ എനിക്ക് ആ പൊക്കത്തിലാണ് ബർത്തേല കയറ്റി വെച്ചിരുന്ന മറ്റേ ക്രിസ്മസ് ട്രീയും എല്ലാം കൂടെ ബോക്സിനകത്ത്. നമ്മളെ അന്നത്തെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല അത് ഇപ്പോഴും പുത്തൻ പോലെ നല്ല പ്ലാസ്റ്റിക് ഒക്കെ പോയി നല്ല ഒരു പൊടിയോ ഗടിയോ കയറാതെ വെട്ടുകാരിയൊന്നും കയറാതെ നല്ല സുരക്ഷിതമായിട്ട് വെച്ചപ്പോൾ. അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞാൽ അതൊന്ന് എടുത്തതായിട്ടെ ഞാൻ തന്നെ ഉണ്ടാക്കാന്നുണ്ട്. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ നാളെ ഇരിക്കാം, എന്നിട്ട് നമുക്ക് രാവിലെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കാം, ഞാൻ തെങ്ങ് നിൽക്കാനും ഒക്കെ വരും ആൾക്കാർ, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു. അപ്പൊ രാവിലെ എണീറ്റ് അതിനുള്ള ഒരുക്കത്തിലാണ്. എല്ലാ സാധനങ്ങളും സിറ്റൗട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പൊ ഞങ്ങൾക്ക് തുടങ്ങാൻ പോലെയായി അതെന്നെ ഞാൻ സിറ്റൗട്ടിലോട്ട് ഇറങ്ങിയില്ല കേട്ടോ. ചേട്ടായോടെ എന്നോടൊക്കെ ഞൊടുക്കൂടി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റാക്കി വെച്ചേക്കുന്നുണ്ടോ? ഇത് ഉണ്ണീശോയും സാധനമൊക്കെ ആ പുൽക്കൂടൊക്കെ ഒരു പൊടി പോലും പിടിച്ചിട്ടില്ല അല്ലേ? നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. അവിടെ തന്നെ സ്റ്റൂൾ വേണം. അപ്പോൾ എല്ലാം ഒന്ന് എടുത്ത് സെറ്റാക്കി കൊടുക്കട്ടെ. നമ്മുടെ ഈ ചെടീനെയൊക്കെ ഒന്ന് സെറ്റാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ചേട്ടായി. അപ്പോൾ ഇത്രയും വരെ ഞങ്ങളൊക്കെ ഒന്ന് ആക്കി ഇത് മേരി ക്രിസ്മസ് ഒക്കെ ഇവിടെ ഒട്ടിച്ചു. അതിനകത്തെ ഉണക്കെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് ഡ്രസ്സ് ചെയ്ത് കയറ്റി ഇവിടെ വെക്കാമെന്ന് വിചാരിച്ചാൽ കേട്ടോ. അതേ നമുക്ക് ലൈറ്റും കൂടി ഇടാം. കത്തുന്ന ലൈറ്റൊക്കെ ഇടുമ്പോൾ നല്ലതായിരിക്കുമല്ലേ? ഓർഡർ ചെയ്തിട്ടുണ്ട്, വന്നിട്ടില്ലല്ലേ ചേട്ടായി? കഴിക്കുമോ? ഇന്ന് വരുവാണെങ്കിൽ സെറ്റ്. അപ്പോൾ നമുക്ക് അവനെ ഇവിടെ കയറ്റി വെക്കാം. കയറ്റി വെച്ചിട്ട് അതിൻ്റെ ബാക്കി അത് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചേക്കുക. എന്നെ പറഞ്ഞാലും പിള്ളേരുണ്ടല്ലോ ഒരു ഐഡിയ അല്ലേ? കല്യാണി അല്ല അരശരയ്ക്കൊക്കെ ഒരു ഇതായിരുന്നു, തകൃതമായിരുന്നു. അനശ്വരനെ ഓർത്തു. ഇപ്പം ഞാൻ എന്തായാലും അവനെ പിടിച്ച് ഇങ്ങോട്ടൊന്ന് വെക്കട്ടെ. അപ്പം വേണ്ട, ഞാൻ ഇത്രയൊക്കെ ഒപ്പിച്ചു കേട്ടോ. ഇത്രയൊക്കെ ഒപ്പിച്ച് അന്നേരം ഉണ്ടല്ലോ ചേട്ടായിക്ക് ഉപ്പുകറ റിപ്പോണ്ടായിട്ട് വന്നു. നമ്മുടെ എന്നാ പറയുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള ചേട്ടൻ വന്നു, തെങ്ങ് തെളിക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ചേട്ടായി പോയി കേട്ടോ. പിന്നെ ഞാൻ തന്നെ ചെയ്യും. അതേ ചേട്ടൻ വന്ന് തേങ്ങ കയറിയിട്ടുണ്ട് കേട്ടോ. തേങ്ങ കയറി തെങ്ങ് തെളിക്കുന്നുണ്ട് കേട്ടോ. റെഡിയാക്കുന്നുണ്ട്. എന്നാണ്ടൊക്കെ കുമ്മായവും തുരിശുമൊക്കെ വേണമെന്ന് പറഞ്ഞത് മേടിക്കാൻ പോയിരിക്കുന്നു ചേട്ടായി. അപ്പം അതൊക്കെ ചേട്ടൻ റെഡിയാക്കട്ടെ. ആ സമയം കൊണ്ട് ബാക്കിയും കൂടെ നമുക്ക് ചെയ്യാം അല്ലേ. ചേട്ടായി വന്നു. ചേട്ടായി വന്നു വേണ്ടേ. ആ തെങ്ങ് തെളിച്ച് കഴിഞ്ഞപ്പോൾ ഒരു കുട്ടപ്പനായി കേട്ടോ. ആ തെങ്ങ് തെളിച്ച് കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ പറയായിരുന്നു അതിപ്പോൾ പോയേനെയായിരുന്നു. ഏതായാലും ഇപ്പോൾ കറക്റ്റ് സമയത്ത് വന്നുകൊണ്ട് കുഴപ്പമില്ലെന്ന്. അപ്പം എന്തേ ഞാൻ എൻ്റെ പണിയൊക്കെ തീർത്തിട്ടുണ്ട്. കണ്ടോ പുൽക്കൂടൊക്കെ ട്രീയിലൊക്കെ അത്യാവശ്യം സ്റ്റാറും ഇതൊക്കെ വെച്ചു. പിന്നെ ഉണ്ണീശയെ മാത്രം വെച്ചില്ല. ഉണ്ണീശയെ നമുക്ക് ക്രിസ്മസിൻ്റെ രാത്രിയിലും കണ്ടല്ലേ വെക്കേണ്ടത്. അന്ന് നമുക്ക് വെക്കാം. ബാക്കിയെല്ലാം വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. മാലാഹി ആട്ടിടയന്മാരും എല്ലാവരും ഉണ്ട് കണ്ടോ. ചേട്ടായി എന്നാണ്ട സാധനം മേടിച്ചേക്കുന്ന ചേട്ടന്മാർക്കുള്ള മരുന്നായിരിക്കും കേട്ടോ. അത് തന്നെ. എന്നിട്ട് പൊക്കറ്റ് വെച്ചിട്ട് അറിയാതെ ഒന്നും അറിയാത്ത മതി വരുന്നുണ്ടേ. ദൈവം ഈ പണിയൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാ അല്ലേ. അപ്പം വേണ്ടേ നല്ല സെറ്റാക്കി റെഡിയാക്കി സെറ്റാക്കി ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ലേ സാന്റക്ലോസ് അപ്പൂപ്പനെ നോക്കി. അയ്യോ ദൈവം. അത്യാവശ്യം എനിക്കറിയാവുന്ന മാതിരിയൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ ഇത് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. ഇങ്ങനെയൊക്കെ ആണോ അത്. നമുക്കറിയാവുന്ന മാതിരി നമ്മൾ ചെയ്യുക. നമ്മുടെ സന്തോഷം അല്ലേ. അതല്ലേ. ഏതായാലും നല്ല രസമുണ്ട്. അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനെന്നാൽ കിങ്ങിണിയും അമ്മും വിഷ്ണുവും കൂടെ വന്നു കഴിഞ്ഞിട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നു. ഇനി നമുക്കിതിൽ കുറച്ച് ലൈറ്റ് ഡെക്കറേഷനും കൂടെ ഉണ്ട്. അതായത് ലൈറ്റൊക്കെ ദേ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ചേട്ടായി ഓർഡർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചേട്ടായിയുടെ പരിപാടിയാണ് കേട്ടോ. കറണ്ടിൻ്റെ പരിപാടിയൊന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് അതൊക്കെ ചേട്ടായി. 11 മണിക്ക് കരിക്ക് വെള്ളം കുടിക്കുന്ന വ്യക്തിയാണ് കേട്ടോ. അപ്പുറത്തെ പറമ്പ് ചോദിച്ചാണോ? ആണോ? അയ്യോ മതി. അതെ 100 രൂപ ഒരു കരിക്കിന്. ചായക്ക് 20 രൂപ. ചായക്ക് 20 രൂപയുള്ളൂ. ഉണ്ടോ? എന്റെ ദൈവമേ കരിക്ക് കുടിക്കുന്നില്ലോ. തളമില്ലാത്ത വെള്ളം അങ്ങനെ പറഞ്ഞ് കുടിക്കാം. അതേന്ന് ഇട്ട് കൊടുത്ത് കേട്ടോ പറഞ്ഞോ. പിന്നെ കൂട്ടുകാരെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര നികളമാണ് കേട്ടോ. ഞാനിവിടെ നമ്മളെ നാട്ടിൽ അറിയപ്പെടുന്ന കള്ളൻ കൊള്ളക്കാരൻ പാവം ജോടാത്തത് അകത്ത് സെറ്റാക്കും കേട്ടോ. സെറ്റാക്കി കഴിഞ്ഞിട്ട് കാണിക്കാതെ വിചാരിച്ചോട്ടോ. കാണിക്കാത്ത അവൻ എന്നാ ചെയ്ത് തരുന്നേന്നുള്ളത്. അതെ നിന്നെ പറയണോ? അതേടാ കൊച്ചേ എല്ലാവരും കൂടെ കൂടി പാവം. 3 മാസം മുമ്പ് പൈസ മേടിച്ചിട്ട് പോയത് ഇപ്പഴാ വരുന്നേ. അപ്പൊ ജോണ് വന്നപ്പം ബുള്ളറ്റും കൊണ്ടാ വന്നത് കേട്ടോ. അപ്പം ബുള്ളറ്റെ കയറി ഒന്ന് ഷൈൻ ചെയ്യുക. ജോണിൻ്റെ കൂടെ എവിടെയെങ്കിലും പോകുമ്പോൾ പറയാം എടാ ജോണേ എനിക്ക് ആ ബുള്ളറ്റ് തന്നേട്ടാ. 1 ലക്ഷം രൂപ തന്നേക്കാത്. മാമനല്ലേ ഒരു 50,000 തന്നിട്ട് കൊണ്ടുകളാൻ പറയാവൻ. അനക്കാൻ പോലും പറ്റത്തില്ല. എന്തിനാ വേണ്ടാത്ത പണി നോക്കാൻ പോന്നേ. എടാ ചലിപ്പിക്കാൻ പോലും പറ്റുന്നില്ല. എന്നിട്ട് ചലിപ്പിക്കാൻ പറ്റുന്നില്ലേ. പോയെങ്കിലും ഡയലോഗാ. ഭിത്തിയൊക്കെ അവിടെ കാണണേ. ഞങ്ങളുടെ ഭിത്തിയൊക്കെ അവിടെ കാണണം. എസ്റ്റേറ്റിലെ കണക്കപ്പിള്ളയായിരുന്നു. എങ്ങനെയുണ്ട്? എന്നെ പൊക്കമൊക്കെ അല്ലേ. സെറ്റാ. എന്നേണ്ടേ ആ ചേട്ടൻ വന്ന് തെങ്ങൊക്കെ സെറ്റാക്കി തന്നു കേട്ടോ. അയ്യോ എന്നോട് ആ ചേട്ടൻ പഴയ ചെരുപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. ഏടേ പഴയ ചെരുപ്പേ
ആ ചേട്ടനോട് പറഞ്ഞായിരുന്നു പഴയ ചെരുപ്പുണ്ടെങ്കിൽ രണ്ടെണ്ണം തരണം കെട്ടി തൂക്കി ഇടണോ ഇതായിരുന്നു, പക്ഷേ മറന്നുപോയി കൊടുക്കാൻ കണ്ടോ. അപ്പോൾ ഞാൻ ഈ ചെടിയെ ഇതിനകത്താക്കാൻ പോവാം. ആ ബക്കറ്റിൽ മാറ്റാൻ ഓർത്തു, പക്ഷേ ആ ബക്കറ്റിനകത്ത് എടുക്കാൻ ഭയങ്കര പാട്, അപ്പോൾ പറ്റത്തില്ല. നമുക്ക് ആ ബക്കറ്റും ഒക്കെ എടുത്ത് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ വെക്കാം, സെറ്റാക്കാം. അപ്പോൾ പുൽക്കൂടൊക്കെ ഞാൻ ഉണ്ടാക്കിയതിന് ജിമ്മൻ വന്നിരുന്നുണ്ട് എന്നോടൊക്കെ പണിയുന്നുണ്ട്. ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ അറിയാം. ആ സാധനം എടുത്തുകൊണ്ട് വെച്ചേക്കാൻ പറ്റായിരുന്നു ചേട്ടായി. എന്നിട്ട് ഈ തുരിശും കുമ്മായും ഒക്കെ മണ്ടലങ്ങാനും അപ്പോൾ ഉണ്ടാക്കി കഴിട്ടാ എന്നത്തേനും. ചേട്ടായിക്ക് ഇങ്ങനത്തെ ചോറേ ഇഷ്ടമുള്ളൂ. ജോണ് തന്നെ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ, അതൊന്ന് കടന്ന് കഴിക്കാനായിരുന്നു. കടങ്ങാണോ? ആണോ? തന്നെ വെച്ച് കഴിക്കുമോ? അത് ഇന്നലത്തെ ചിക്കൻ കറിയാടാ. ചിക്കൻ ഇന്ന് വറുത്തതേ ഉള്ളൂ. അതൊന്നും കുഴപ്പമില്ല. അവന് പിന്നെ നമ്മുടെ വീട്ടിലെ കൊച്ചുകൊണ്ട് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. എല്ലാം വന്ന് സെറ്റാക്കി പിടിപ്പിച്ച് വിറക്കിയൊക്കെ തന്നിട്ടുണ്ട്. രാത്രി കാണിക്കാം സംഭവങ്ങളൊക്കെ. നമ്മുടെ എവിടെ? ആ അതെ. അപ്പോൾ ഭഗവാന്റെ ഇതിനകത്ത് ഇവിടെയൊക്കെ നമുക്ക് തുടക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. ഒന്നും ചെയ്തില്ല, അവരുടെ പരിപാടികൾ കഴിഞ്ഞതേ ഉള്ളൂ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ പുറത്ത് ഇവർ എന്നെ ചെയ്തെന്ന് കണ്ടില്ല. ഞാൻ ഇച്ചിരി ഈ കയറി പോകുന്നായിരുന്നു. ഈ വെള്ളം കൊടുത്തില്ല, കഴിക്കാൻ കൊടുത്തിട്ടേ. ആ ഷാർ ഇവിടെയാണ് കേട്ടേ. ഓ എനിക്ക് വയ്യ. അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതേ ഇവിടെ ഈ പറഞ്ഞു ഇട്ടിട്ടുണ്ട്. പിന്നെ ക്രിസ്മസ് ഇതേലെല്ലാം ഇട്ടിട്ടുണ്ട്. രാത്രി ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിക്കോളും. എൻ്റെ ദൈവമേ, അതാണ് ഈ പിള്ളേരൊക്കെ ഉള്ള ഗുണം. എന്നാ പറഞ്ഞാലും ചേട്ടായി എന്നേലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരെല്ലാം പക്കേ ഓക്കെയാ. ഇപ്പം ഞാൻ ഓർത്ത് മറ്റേ ഉത്തമൻ ചേട്ടനൊക്കെ എന്നോ ഇതിനോടോ എന്നോ സ്നേഹമാണോ ചേട്ടായി അവർക്കൊക്കെ. ഒന്നും പറ. ആ എൻ്റെ ദൈവമേ. ഞാൻ ഇറങ്ങിയിട്ടേ ഞങ്ങളുടെ ഫോട്ടോയൊക്കെ എടുത്ത് വന്നിട്ട് അവൻ്റെ ഫോട്ടോയും എടുപ്പിക്കുക കേട്ടോ. ഓ സൂപ്പർ അല്ലടാ. നമ്മെ സ്വന്തമായിട്ട് ഇത് ഇതാ പറഞ്ഞത്, ഇങ്ങനെ ഒരു ഇത് വേണം. നല്ലതാണോ നോക്കട്ടെ. അതെ പൂമ്പാറ്റപ്പോഴൊക്കെ ഉണ്ടല്ലേ ഇത്. ആ കല്യാണി വന്ന ക്യാമറ ഓണായി. നല്ലയോ? അടിപൊളിയായോ? ആ ക്രിസ്മസ് ട്രീ പ്ലാസ്റ്റിക്കാ. ഏതാ അതിൻ്റെയൊക്കെ ലൈറ്റൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ. ഒന്നും കത്തുന്നില്ലടാ. സൂനിപ്പപ്പ വന്നാലേ അറിയത്തുള്ളൂ കത്തുന്നേതാ. കത്തിയോ? ഒന്നേ മതി. ഭയങ്കര സന്തോഷമായിപ്പോയി കേട്ടോ. ഇന്ന് വേറൊരു സൂത്രം കാണിക്കാം. കയറിവാ. കയറി വന്ന് കണ്ടുപിടിക്ക്. ലൈറ്റൊക്കെ പിടിപ്പിച്ച് തന്നു ജോണി ചേട്ടായിയൊക്കെ വന്ന്. നല്ലയോ? സെറ്റായോ കല്യാണി? ആണോ? ഇഷ്ടപ്പെട്ടോ? ചെന്നപ്പോ ആരെ കാണിച്ചില്ല. ആദ്യം കല്യാണിനെ ആരിനെ കാണിക്കാന്ന് വിചാരിച്ച്. ഓ ആരെ കാണിച്ചില്ല. ആ സുനിപ്പപ്പ ഉണ്ടായിരുന്നു. നന്നാക്കിപ്പോ വേറെ ആരും കണ്ടില്ല. അന്നേരം പൂട്ടിയിട്ടൊക്കെയായിരുന്നു. ആ അമ്മു ചേച്ചീനെയും കിങ്ങിനെയും വിളിച്ച് കാണിക്കാൻ നോക്കാം. അന്നേരം ഞാൻ ആദ്യം കല്യാണീനെ ആരെയും കാണിക്കാന്ന്. നല്ലതാണോ? ഇഷ്ടപ്പെട്ടോ? സൂപ്പറായോ? ഇനി രാത്രി അമ്മ അവിടെ നിന്നിട്ട് നോക്കണം ഇവിടെ സ്റ്റാർ ഇടുമ്പോൾ. അത് എനിക്ക് കത്തിക്കാൻ. ആ വിളിക്കാവേ. എന്നിട്ട് നമുക്ക് കരോളിൻ്റെ പാട്ടൊക്കെ പാടാം അല്ലേ? 2 റീൽസ് എടുത്ത് കേട്ടോ. 2 അല്ല 3 റീൽസ് എടുത്തല്ലേടാ. അത് കഴിഞ്ഞിട്ടും പോയി കുണുങ്ങിക്കൊണ്ടിരിക്കുക. ഇനി ഒരു ഡാൻസ് കൂടെ എടുക്കുക, ഇനി ഒരു ഡാൻസ് കൂടെ എടുക്കുന്നു പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു തന്നെ പാടിക്കളിച്ചോളാം. ഒരെണ്ണം തന്നെ പാടിക്കളിച്ച്. ഏതല്ലോ മാനുക്കാവാലിയോ? അത് വേണ്ടത് അവൻ കണ്ടത് പഠിച്ചു. എന്നാ കളിച്ചോ? എങ്ങനെയാണ്? പാട്ടില്ലാതെ കളിക്കാൻ പാടാ. പാട്ടില്ലെങ്കിൽ പാട്ടിട്ടാ കോപ്പിറൈറ്റ് വരും. ആ അതെ. നങ്കൂരമ്മയൊക്കെ കളിക്കടി.
ആ ഏതാണ്ടൊക്കെ ഇല്ലേ ഇപ്പൊ പുതിയ പാട്ടൊക്കെ. ഇന്നത്തെ ഡ്രസ്സൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് പറഞ്ഞപ്പം തുടങ്ങി നെകളിച്ച് നിൽക്കും. രജനി മേടിച്ചു കൊടുത്തതാണ്. അതിന് ചേരുന്ന സ്ലൈഡും. ഓ എൻ്റെ പൊന്നെ, സെറ്റായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പരിപാടിയൊക്കെ ചെയ്ത് തന്നിട്ട് ചേട്ടായിയും ഇവിടെ എടുത്തിട്ട് സ്റ്റാർ ജോണും കൂടെ പോയി കേട്ടോ. നല്ല രസമുണ്ട്. ഇപ്പം ഇരുട്ടായതുകൊണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ ഭംഗി തോന്നത്തില്ല. അപ്പം ഞാൻ ഇരുട്ടായി കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ആഹാ, എന്തൊരു രസം, നല്ല രസം സ്കൈ കാണാനായിട്ട്. അടിപൊളിയല്ലേ, നല്ല ഭംഗി കേട്ടോ. കറണ്ട് പോയി, അതായത് നമ്മുടെ സ്റ്റാറും സംഭവമൊക്കെ കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാമായിരുന്നു. നല്ല തിളങ്ങി നിൽക്കുമായിരുന്നു. അപ്പം വീണ്ടും നമ്മുടെ വീടിൻ്റെ ലുക്ക് മൊത്തത്തിൽ ഒന്ന് മാറ്റി കേട്ടോ. എങ്ങനെയുണ്ട്, സെറ്റായിട്ടുണ്ടോ? അവിടെ ചെന്നിട്ട് അടുത്ത് ചെന്നിട്ട് കാണിച്ചു തരാവേ. ക്യാമറ ഓണായല്ലോ, എന്നെ കണ്ടപ്പോൾ ക്യാമറ ഓണായത് കണ്ടോ. അപ്പം നമ്മുടെ ക്രിസ്മസൊക്കെ അങ്ങനെ നമ്മുടെ സിറ്റൗട്ടി വരെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്റ്റാറൊക്കെ പുറത്തോട്ട് ഇറങ്ങിയിട്ടു. പുൽക്കൂടൊക്കെ സെറ്റാക്കി. ഒരു കുറച്ച് ലൈറ്റ്സും കൂടി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വന്നിട്ടില്ല കേട്ടോ. അത് വന്നു കഴിയുമ്പോൾ നമ്മൾ അതിലൊക്കെ കൂടെ ചെടികളൊക്കെ കൂടെ സെറ്റാക്കുന്നതായിരിക്കും. അപ്പോൾ ഉണ്ണീശോയെ ഒഴിച്ച് ബാക്കി എല്ലാം ശരിയാക്കി സെറ്റാക്കി വെച്ച് കേട്ടോ. അകത്തുനിന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ എനിക്കറിയാവുന്ന മാതിരിയൊക്കെ ഞാൻ അകത്തൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം അനശ്വരമോളുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ചേട്ടായി ഞാനും ഇങ്ങടെയാണ് അങ്ങ് ചെയ്ത് വെച്ചത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് സെറ്റാക്കി വെച്ചത്. പിന്നെ ലൈറ്റൊക്കെ വന്ന് ജോണ് പിടിപ്പിച്ചതാണ് കേട്ടോ. ഇനി നമ്മുടെ ട്രീയിലും നമ്മുടെ ലക്കി ബാമ്പുവിലും ഒക്കെ ഇച്ചിരി കൂടെ ലൈറ്റൊക്കെ നമുക്ക് ഇടാം, സെറ്റാക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ പുൽക്കൂടൊക്കെ എല്ലാവർക്കും? നമ്മുടെ ഈ കൊച്ചു സ്വർഗത്തിലെ പുൽക്കൂടൊക്കെ എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പോൾ കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. പിന്നെ വേറൊരു സംഭവം കൂടെ ചെയ്തിട്ടുണ്ട്, അതും കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം. അയ്യോ ദേ അവിടെയൊക്കെ പൊളിഞ്ഞു വരാൻ തുടങ്ങി ഇപ്പോഴേ. അപ്പോൾ ഇവിടെ വേറെ ഒരു ലക്കി ബാമ്പുമൊക്കെ വെച്ച് സെറ്റാക്കി. ഇവിടെ ഇരുന്നവനെ എടുത്ത് അവിടെ വെച്ചു കണ്ടോ. അപ്പോൾ പിന്നെ നമ്മളിങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടിനകത്ത് ഇച്ചിരി അങ്ങോട്ട് അങ്ങ് മാറ്റി. എന്നാന്ന് പറയാമോ? ഇങ്ങോട്ട് കയറിയപ്പം ജസ്റ്റ് നിങ്ങൾ കണ്ടോ ഭഗവാന്റെ അടുത്ത് ലൈറ്റൊക്കെ പിടിപ്പിച്ച് കേട്ടോ. അയ്യോ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. എല്ലാം ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ എന്തേലും പ്രകാശം തെളിഞ്ഞിട്ടുണ്ടോ അത്രയും മനസ്സും നിറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, കൂട്ടത്തിൽ ആ വെല്ലുകൊണ്ടൊന്ന് അടിച്ചു പിടിച്ചു കേട്ടോ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.